ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ആ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിൽ എടുക്കുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എന്നുള്ളൊരു റീഡിംഗ് ആണ്. അതായത് അവർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കുമോ, അതല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ തുടരുമോ, അതായത് ഒരു സൈലൻസ് ആയിട്ട് തന്നെ തുടരുമോ എന്നുള്ളൊരു കണ്ടെത്തലാണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ക്യാൻഡിൽസ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഓറഞ്ച് ക്യാൻഡിലാണ്, ഇതൊരു വൈറ്റ് ക്യാൻഡിലാണ്. നിങ്ങളുടെ എനർജി ഇതിൽ ഏതിനോടാണോ അട്രാക്റ്റ് ആകുന്നത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. തിരഞ്ഞെടുത്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഓറഞ്ച് ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എന്ന് നോക്കാം. ആ ഒരു വ്യക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുക. എന്ത് ആക്ഷൻ ആയിരിക്കും അവരെടുക്കാൻ പോകുന്നത്? ഡെത്ത്, Eight of Swords, Five of Pentacles, Four of Pentacles, Eight of Wands. ഓക്കെ, നമുക്കിവിടെ ആദ്യം ഒരു ഡെത്ത് ആണ് കിട്ടിയേക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്കിത് അക്സെപ്റ്റ്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബന്ധം ഇത് നിങ്ങൾക്ക് അവസാനിപ്പിക്കുവാനായിട്ട് ഈ ഒരു സമയത്തും നിങ്ങൾ തയ്യാറല്ലാത്ത ഒരു എനർജിയിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ ഡെത്ത് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഇനി ഇവിടെ മാറണമെന്ന് കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ബന്ധം ഒരു കാർമിക് കണക്ഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞൊരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഇതിലൂടെ നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നൊരു ബന്ധമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു സമയമുണ്ടായിരുന്നു. അതായത് ഈ ഒരു വ്യക്തി എത്ര സമയം നിങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് അത് ഒരു ദൈവത്തിൻ്റെ തന്നെ ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു മാറ്റം സംഭവിച്ചതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം ഈ ഒരു വ്യക്തിയെ വിട്ടു നിൽക്കുവാനായിട്ട് ഈ ഒരു സമയത്തും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. മാത്രമല്ല ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആവർത്തിച്ച് ചിന്തിച്ചിരിക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്. കൂടാതെ എയ്റ്റ് ഓഫ് സോർട്സ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ വിട്ടു കളയുവാനോ അതല്ലെങ്കിൽ ഇതിൽ നിന്ന് വിട്ടുമാറുവാനോ ഈ ഒരു സമയത്ത് തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇവർ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇനി വേണം എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, ഇനി നിങ്ങൾ ഇവിടെ കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രത്യേകിച്ചൊരു അതായത് ഒരു ബെനിഫിറ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. കാരണം നിങ്ങളുടെ എനർജി നഷ്ടപ്പെടും. അത് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കൂടാതെ ഫൈവ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ആരും കാണുന്നില്ല. അതായത് ഇവിടെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ എല്ലാം എന്നുള്ള രീതിയിൽ ചിന്തിച്ച ഒരു വ്യക്തിയായിരിക്കാം. അവരായിരുന്നു നിങ്ങളുടെ ലോകം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ കരുതിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ആരോട് സംസാരിക്കാതെ മിണ്ടാതെയൊക്കെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഏകാന്തതയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു ഫോർ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത് നിങ്ങൾ വിട്ടുമാറാൻ തയ്യാറല്ല, നിങ്ങൾ പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് ശരിയാവും എന്നുള്ള രീതിയിൽ മാറാൻ തയ്യാറാകാത്ത ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇനി നിങ്ങൾ മാറണം എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ കിട്ടുന്നത്. കൂടാതെ ഇവിടെ ഒരു എയ്റ്റ് ഓഫ് വൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു സൂചനയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതിൽ തന്നെ നിങ്ങൾ പിടിച്ചു നിന്നിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, അപ്പോൾ മുന്നോട്ട് പോവുക. അതായത് ഇവിടെ തന്നെ നിങ്ങൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി തന്നെ ഇവിടെ വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സത്യം, അത് റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കി
മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു മാറ്റം വേണം. മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പും ഇവിടെ ഏകദേശം, അതായത് ഒരു എൻഡായ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി പുതിയൊരു വ്യക്തിയായിട്ട് ഇനി മാറുക, പുതിയൊരു വ്യക്തിയായി തിരികെ വരിക എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി, നിങ്ങൾ മനസ്സിലോർത്ത വ്യക്തി ഇനി ഒരു ആക്ഷനും ഈ ഒരു ബന്ധത്തിൽ എടുക്കില്ല എന്നുള്ളൊരു വ്യക്തമായൊരു മറുപടിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് അവർ ഈ ഒരു രീതിയിൽ അവർ മാറി, അവർ പോയ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്ന റീഡിങ്. അടുത്ത് നമുക്ക് വൈറ്റ് ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് എന്താണെന്ന് നോക്കാം. ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. എന്തായിരിക്കും അവർ എടുക്കുവാൻ പോകുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തി ഈ ഒരു ബന്ധത്തിൽ എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ഇവിടെയും നമുക്കൊരു 4 ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. കിങ് ഓഫ് സോർഡ്സ്, Four of Wands, Two of Swords, Queen of Pentacles. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ ഒരു 4 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. അതായത് ഇത് നിങ്ങളുടെ പേഴ്സണെ ആണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി ഇവിടെ നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് ആയിരിക്കാം. കിങ് ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഈഗോ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളോടൊരു കെയർ, അതുപോലെ തന്നെ ഒരു ലവ് ഉള്ള എനർജിയാണ് കാണിക്കുന്നത്. പക്ഷെ അവർ ഈ ഒരു സമയത്ത്, അതായത് നിങ്ങളെ പുറമേ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ വളരെയധികം ദേഷ്യപ്പെട്ടവർ നിങ്ങളോട് സംസാരിക്കുന്നില്ല. അതുപോലെ ഒരു ബൗണ്ടറി വെച്ചേക്കുന്ന എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് ദേഷ്യത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ നിങ്ങളെ വിട്ടുകളയാൻ തയ്യാറല്ല എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കൂടാതെ നമുക്കൊരു 4 ഓഫ് വൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത് നിങ്ങളുടെ, അതായത് ഫ്യൂച്ചർ ആണ് കാണിക്കുന്നത്. ഫ്യൂച്ചറിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്കരികിലോട്ട് തന്നെ തിരികെ വരുവാനും നിങ്ങൾ തമ്മിലൊരു ആഘോഷം നടക്കുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എന്താണോ ഈ ഒരു വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സന്തോഷം, സമാധാനം ഈ ഇത്തരത്തിലുള്ള എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. കൂടാതെ ക്യൂൺ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരികയും, അതായത് നിങ്ങൾ ഒരുമിച്ച് നല്ല നല്ല കാര്യങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ വിവാഹം കഴിക്കാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ തിരികെ വരികയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു, അതായത് ഒരു വിവാഹത്തിന്റെ എനർജിയൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ നമുക്കൊരു ക്യൂൺ ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു സ്ഥിരത കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്ഥിരത, ഈ ഒരു വ്യക്തി തിരികെ വരികയും ഒരു സ്ഥിരതയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയുമാണ് കാണിക്കുന്നത്. കൂടാതെ നമുക്കൊരു 2 ഓഫ് സോർഡ്സ് കിട്ടുന്നുണ്ട്. അതായത് ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി ഇനി മടങ്ങി വരുമ്പോൾ ഞാൻ ഇതിൽ വെയിറ്റ് ചെയ്യണോ അതോ ഞാൻ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ ആണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് മടങ്ങി വരുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് താൽക്കാലികമായിട്ട് മാത്രം ആ ഒരു വ്യക്തി ഒന്ന് മാറി നിൽക്കുന്നു. കുറച്ചുകൂടി ഒരു ടൈം കഴിയുമ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തിലോട്ട് മടങ്ങി വരികയും നിങ്ങൾ തമ്മിലൊരു സെലിബ്രേഷനും ഒക്കെ നടക്കുന്ന ഒരു എനർജിയുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്. റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.